നൊമ്പരങ്ങളുടെയും വൈതരണികളുടെയൊക്കെ യുദ്ധഭൂമിയിൽ ഇരുന്നു കൊണ്ടല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ നാം നിർവഹിക്കുന്നത്. സങ്കടത്തോടു കൂടി നമ്മൾ കണ്ണീർ പൊഴിക്കുമ്പോഴും നമ്മൾ വളരെയധികം ആത്മസംഘർഷങ്ങളുടെയും നൊമ്പരങ്ങളുടെയൊക്കെ യുദ്ധഭൂമിയിൽ ഇരുന്നു കൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് സ്വയം നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്, ഈ യെരിഹോവിൻ്റെ ഒരു പരിമിതി അതൊരു ശാപഭൂമിയായിരുന്നു എന്നുള്ളതാണ്. രണ്ട് വേദഭാഗം കൂടി പറയുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ച് വ്യക്തതയോടുകൂടി അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ